സംസ്ഥാന സർക്കാർ നടത്തുന്ന 4ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് കൊടിയേറും. നാളെ സമാപിക്കും. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സഭ നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭ ഉദ്ഘാടനം ചെയ്യുന്നത്. കുവൈറ്റ് അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സഭ ആരംഭിക്കുന്നത്. 103 രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കേരളീയ പ്രതിനിധികൾ പങ്കെടുക്കും. വൈകിട്ട് 3 മണിയുടെ ഉദ്ഘാടനത്തിന് ശേഷം വിഷയാധിഷ്ഠിത സമ്മേളനങ്ങളും മേഖലാ സമ്മേളനങ്ങളും നടക്കും. രാത്രി ഭക്ഷണത്തിന് ശേഷവും സമ്മേളനം തുടരും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 24 മലയാളികൾ വെന്തുമരിച്ച ദുഃഖത്തിൽ കേരളം കണ്ണീർ കടലിലായപ്പോൾ സർക്കാർ ചെലവിൽ എന്തിനാണ് ഈ മാമാങ്കം നടത്തുന്നത്? ആ മരിച്ചവരോടുള്ള ആദരസൂചകമായി 2 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം നടത്തുന്നതിന് പകരം പൊതുജനത്തിൻ്റെ പണം എടുത്ത് ദൂർത്തടിക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഈ ചിലവാക്കുന്ന കോടികൾ മരിച്ച 24 പേരുടെ കുടുംബാംഗങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവർക്കൊരു ആശ്വാസമായേനെ. അല്ലാതെ കെട്ടുകുതിരകളെപ്പോലെ മന്ത്രിമാർ മരിച്ചവരുടെ വീടുകളിൽ സന്ദർശിച്ചതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുമോ? അവർക്കൊരാശ്വാസം കിട്ടുമോ? മരിച്ചവരിൽ എല്ലാവരും നിർധന കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവരുടെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞത്. നല്ല കെട്ടുറപ്പുള്ള വീട് പോലും ഇല്ലാത്തവരും കൂട്ടത്തിലുണ്ട്. അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ലോക കേരള സഭയെന്ന് പറഞ്ഞ് സമ്പന്നരായ പ്രവാസികളെ 3 ദിവസം തീറ്റിപ്പോറ്റുന്നത് ശരിയാണോ? നിങ്ങൾക്കൊന്നും മനസാക്ഷിയില്ലേ? ലജ്ജയില്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തുള്ളവരായിരുന്നുവെങ്കിലോ കളി മാറിയനെ അല്ലേ? മരിച്ചവരുടെ വീടുകളിൽ പോയി ആശ്വാസവാക്കുകൾ പറയാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് എല്ലാ സൗകര്യങ്ങളും വിളമ്പുന്ന തിരക്കിലാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും. 3 കോടി രൂപ ചെലവിലാണ് ലോക കേരള സഭ നടത്തുന്നത്. ഈ തുക ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൽകണമെന്നും ലോക കേരള സഭ നിർത്തിവെക്കണമെന്നും ആവശ്യമുയർന്നിട്ടും പിന്മാറാൻ സർക്കാർ തയ്യാറായില്ലെന്നോർക്കണം. അനുവദിച്ച 3 കോടിയിൽ അംഗങ്ങളുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും താമസത്തിനും മാത്രം 40 ലക്ഷമാണ് ചെലവഴിക്കുന്നത്. പ്രചാരണത്തിനും പന്തൽ നിർമ്മാണത്തിനും 15 ലക്ഷവും ഇരിപ്പിടം ഒരുക്കാൻ 35 ലക്ഷവുമാണ്. സഭയിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ 50 ലക്ഷം രൂപയും, വെബ്സൈറ്റ് നവീകരിക്കുന്നതിനും വിവരസാങ്കേതിക സൗകര്യങ്ങൾക്കുമായി 8 ലക്ഷം എന്നിങ്ങനെയാണ് ചെലവുകൾ വകവച്ചിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷവും പരിക്കേറ്റവർക്ക് 1 ലക്ഷവുമാണ് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം. ഈ 3 കോടി രൂപ കൂടി അവർക്ക് വീതം വെച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ജനം കൈയടിച്ചേനെ. ഇനി മറ്റൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ 3 തവണ ഈ ലോക കേരള സഭ നടത്തി. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ? പ്രവാസികളിൽ എല്ലാവരും ലക്ഷാധിപതിയോ കോടിപതികളോ അല്ല. അത്താഴപ്പട്ടിണി കിടക്കുന്ന എത്രയോ പേരുണ്ട്, അതും അന്യ രാജ്യങ്ങളിൽ. ആടുജീവിതം കഥയാണെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അത് കണ്ടപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറക്കേണ്ടിയിരുന്നു. ഓരോ വർഷവും കൊട്ടിഘോഷിച്ച് കോടികൾ ചെലവാക്കി നടത്തുന്ന ഈ മാമാങ്കം വിദേശ രാജ്യങ്ങളിലെ സമ്പന്നന്മാർക്ക് വേണ്ടിയല്ലേ? ഈ സഭയിൽ ഏതെങ്കിലും അത്താഴപ്പട്ടിണിക്കാരനുണ്ടോ? അവൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? പരിഹരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ അത്താഴപ്പട്ടിണിക്കാരൻ്റെ വരെ നികുതി പണമെടുത്താണ് ഇവർക്ക് 3 ദിവസം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. അല്ലാതെ ഇതിൽ പങ്കെടുക്കുന്നവർ തന്നല്ല, അവർ പണം തന്നല്ല നിങ്ങൾ ഇതിൻ്റെ ചെലവുകൾ വഹിക്കുന്നത്. അതുപോലെ കോടികൾ ചെലവാക്കി അമേരിക്കയിൽ സമ്മേളനം നടത്തി. ആർക്ക് എന്ത് പ്രയോജനം? സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? നിക്ഷേപങ്ങൾ വല്ലതും കിട്ടിയോ? ആ സമ്മേളനം കൊണ്ട് ഒന്ന് മനസ്സിലായി, അവിടെയും ഇരിക്കാൻ തുരുമ്പിച്ച ഇരുമ്പ് കസേരയുണ്ടെന്ന്. ലോക മലയാളികൾക്ക് പറഞ്ഞു ചിരിക്കാൻ മാത്രം വകയുണ്ടായി. കഴിഞ്ഞ 3 സഭകൾ കൊണ്ട് സർക്കാരിന് എന്ത് നേട്ടമുണ്ടായെന്ന് കൂടി ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്.